ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഇന്നു നാം ധ്യാന വിഷയമാക്കുക മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 32 മുതൽ 38 വരെയുള്ള വാക്കുകളാണ്. ക്രിസ്തു തൻ്റെ സുവിശേഷ പ്രഘോഷണവേളയിൽ നേരിടുന്ന പ്രതിസന്ധികളെയും എന്നാൽ അതിനൊന്നും ചെവി കൊടുക്കാതെ തൻ്റെ ദൗത്യം പൂർത്തീകരിക്കുവാനായി ശ്രമിക്കുകയും അതിനായി മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഇതിവൃത്തം. ആദ്യമായി മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ വനിത എന്ന ബഹുമതി നൽകപ്പെട്ടിരിക്കുന്നത് യുങ്കോ ടബേയ് എന്ന് പറയുന്ന ഒരു യുവതിക്കാണ്. ഒരുപാട് പേർ അവളുടെ ആഗ്രഹങ്ങൾക്ക് തടസ്സം നിന്നിട്ടും ഒരുപാട് പേർ അവളെ പിന്തിരിപ്പിക്കാനായി ശ്രമിച്ചിട്ടും അതിനൊന്നും ചെവി കൊടുക്കാതെ എവറസ്റ്റ് മൗണ്ടൻ കീഴടക്കുകയും അതിനുവേണ്ടി മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുകയും ചെയ്ത ഒരു ധീരവനിത. സ്നേഹം നിറഞ്ഞവരെ, നമ്മളെപ്പോലെ സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിക്ക് ഇപ്രകാരം ചെയ്യുവാൻ സാധിക്കുകയും അതിനുവേണ്ടി മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ കഴിയുകയും ചെയ്തുമെങ്കിൽ നമുക്കും അതൊക്കെ ചെയ്യുവാൻ സാധ്യമാണ്. ഒറ്റക്കാര്യം മാത്രം ചെയ്താൽ മതി. ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനായി നമുക്ക് ശ്രമിക്കാം. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് തളർന്നു പോകാതെ, മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും വേണ്ട എന്ന് വയ്ക്കാതെ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് വിജയത്തെ കൈവരിക്കുവാനായി, എത്തിപ്പിടിക്കുവാനായി നമുക്ക് ശ്രമിക്കാം. അതിനായി ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.